എല്ലാവർക്കും ഗീതാസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കേര മീൻ കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതൊരു 1.5 കിലോ മീനാണ്. ഇത് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ്. ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2-3 വറ്റൽമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 6 ചുമന്നുള്ളി അരിഞ്ഞത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി ഒന്ന് നല്ലോണം ഒന്ന് മുരിഞ്ഞു വരണം. അപ്പം മാത്രമേ നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കുകയുള്ളൂ. ഇതൊന്ന് നല്ലോണം മുരിഞ്ഞു വരട്ടെ. എന്നിട്ട് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലോണം മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ മല്ലിപ്പൊടിയാണിത്. ഇതിട്ട് കൊടുക്കാം. 3 സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, 3 സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം ഈ ഒരു സ്പൂണിൻ്റെ അളവിനാണ് എടുത്തേക്കണത്. ഈ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിനകത്തേക്ക്. കുറച്ച് വെള്ളം. എന്താണെന്ന് വെച്ചാൽ ഈ അരപ്പ് ഒന്ന് ഈ വെള്ളത്തിൽ കിടന്ന് മൊരിയാനാണ്. ഇതിൻ്റെ എണ്ണ തെളിഞ്ഞ് വന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. ഈ അരപ്പൊന്ന് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് നല്ല ഓണം വരണ വരെ ഇളക്കി കൊടുക്കുക. അടിക്ക് പിടിക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കണം കുടംപുളി, ഒരു 4 കഷ്ണം കുടംപുളി ആണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ കുറച്ച് മുമ്പേ വെള്ളത്തിലിട്ട് വെച്ചേക്കണേ, ഇതിൻ്റെ ഉറയൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ പുളിക്ക് ആവശ്യത്തിനുള്ള കുടംപുളി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഈ അരപ്പൊന്ന് നല്ലോണം ഇതിൽ കിടന്ന് നല്ലോണം ഒന്ന് വേകണം. ഈ അരപ്പിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു തേങ്ങയുടെ പാലൊഴിച്ച് കൊടുക്കണം. ഇതൊന്ന് തിളച്ച് വരട്ടെ. കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ കഷ്ണം പെറുക്കിയിടാം ഇതിനകത്തേക്ക്.
ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് പോരാത്ത ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇത്തിരി ഉപ്പും ഇനി അഥവാ പുളിയൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത്തിരി പുളിയൊക്കെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ കറി ഒന്ന് വെന്താന്ന് നമുക്ക് തുറന്ന് നോക്കാം. കണ്ട കറിയൊക്കെ വെന്ത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് ഈ പാകത്തിന് വേണം. ഇതിൻ്റെ ചാറൊക്കെ ഇപ്പം നല്ലോണം കുറുകിയിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകും. ഇനി നമുക്ക് ഈ കറിയൊന്ന് ഓഫ് ചെയ്യാം. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്.